കേരള കൂട്ടുകാരുടെ പേരിൽ ഞാൻ എല്ലാവർക്കും സ്വാഗതം പറയണം. നമ്മൾ ഓണം ആഘോഷിക്കുന്നത് ഒരു ഫാമിലി ഒക്കേഷനാണ്. ഇത് ഒറിജിനലി ശരിക്കും ഇതൊരു ഹാർവസ്റ്റ് ഫെസ്റ്റിവലാണ്. കർക്കിടക മാസത്തിലെ മഴ കഴിഞ്ഞ് വെയിലുദിച്ച് മഴയത്ത് വന്നിട്ടുള്ള എല്ലാ സസ്യപദാർത്ഥങ്ങളും കഴിക്കാൻ വളരെ വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടാക്കാൻ പറ്റിയ സമയമാണ്. അതുകൊണ്ട് അങ്ങനെയാണ് ഓണത്തിൻ്റെ സെലിബ്രേഷൻ തുടങ്ങിയത്. അത് പിന്നീട് അതിന് റിലീജിയസ് ആയിട്ടുള്ള റീസൺസൊക്കെ വന്നതാണ്. പിന്നെ അതാണ് ഓണത്തിൻ്റെ പ്രാധാന്യം. എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഞാനൊക്കെ കുട്ടിയായിരുന്നപ്പോൾ എങ്ങനെ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. സോ ഞങ്ങളൊക്കെ കുട്ടിയായിരുന്നപ്പോൾ പൂവിടലാണ് ഏറ്റവും വലിയ പ്രധാനം. അത്തം തൊട്ട് ഓണം വരെ 10 ദിവസം പൂവിടണം. അപ്പോൾ സ്കൂൾ വിട്ട് വന്നിട്ട് ആദ്യം ചെയ്യുന്നത് ചായ കുടിക്കുന്നതിന് മുമ്പേ പൂക്കോട്ടയും കൊണ്ടുപോയി പൂ കളക്ട് ചെയ്യലാണ്. അത് അത്രയും കളക്ട് ചെയ്ത് കഴിഞ്ഞാലേ പിറ്റേ ദിവസത്തേക്ക് ഇനഫ് പൂവുണ്ടാവും. അങ്ങനെ പിന്നെ രാവിലെ എണീറ്റ് പൂവിട്ടിട്ട് സന്തോഷമായിട്ട് സ്കൂളിൽ പോകും. പിന്നെ അന്നൊക്കെ പിന്നെ വേറൊന്ന് ഓണത്തിന് ആദ്യത്തെ എന്താണെന്ന് വെച്ചാൽ അന്നാണ് ഒരു പുതിയ ഡ്രസ്സ് ആദ്യം കിട്ടുന്നത്. ഒരു കൊല്ലത്തിൽ ആദ്യമായിട്ട് പുതിയ ഡ്രസ്സ് കിട്ടുന്നത് ഓണത്തിന്. ഇന്നത്തെ പോലെ അന്ന് ഈ ഷോപ്പിൽ പോയിട്ട് ഡ്രസ്സ് മേടിക്കാനൊന്നും പറ്റില്ല. റെഡിമെയ്ഡ് ഷോപ്പൊന്നും ഇല്ല. അപ്പോൾ എല്ലാം മെയ്ഡ് ടു മെഷർ. അപ്പം നമുക്കിഷ്ടമുള്ള തുണി മേടിച്ച് ടൈലറെ കൊണ്ട് തയ്പ്പിച്ച് ഇടലാണ് പ്രധാനമായിട്ട്. അപ്പം അങ്ങനെയാകുമ്പോൾ ഒരുപാട് ഡ്രസ്സുകളൊന്നും ഉണ്ടാവില്ല. 3 ഡ്രസ്സാണ് ഒരു കൊല്ലത്തിലുണ്ടാവുക. അതിൽ 2 ഓരോ ദിവസവും മാറി കൊടുക്കും. ഒരു വേഷം എന്തെങ്കിലും വിശേഷം വരുമ്പോൾ ഇടാനായിട്ട്. അപ്പോൾ ഓണത്തിനൊരു വേഷം കിട്ടുമ്പോൾ വലിയ സന്തോഷമാണ്. പിന്നെന്താ ഞാൻ പറയുക, ഇതൊക്കെയാണ് ഞങ്ങളുടെ ഓണം ഉണ്ടായിരുന്നത്. പിന്നെ ഊണ് കഴിഞ്ഞാൽ കൈകൊട്ടിക്കളിക്കും. കൈകൊട്ടിക്കളി പറഞ്ഞാൽ തിരുവാതിരക്കളി എന്ന് പലരും പറയും. പിന്നെ നാട്ടിലെ പലരും വന്ന് വീട്ടുമുറ്റത്ത് വന്നിട്ട് കൈകൊട്ടിക്കളിക്കും. പിന്നെ ഞങ്ങളൊരു വേറൊരു കളി കളിക്കുമായിരുന്നു. കൈ ഓർത്ത് പിടിച്ച് പാട്ട് പാടി കൂടെ ഓടി വന്നിട്ടുണ്ട്. അങ്ങനെ ചില കളികളൊക്കെ കളിക്കുമായിരുന്നു. പിന്നെ ബില്ലടിച്ചാൻ പാട്ടുണ്ടെന്നും കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. അത് ഒരു ബില്ലാണ് എന്നെ മീറ്റ് ചെയ്തിട്ട് ശബ്ദം ഉണ്ടാക്കി പാടുന്നതാണ്. അത്രയൊക്കെ എനിക്കറിയുള്ളൂ ഓണത്തിനെ പറ്റിയിട്ട്. എനിവേ, എല്ലാവർക്കും വെൽക്കം. എൻജോയ് ചെയ്യും. എൻജോയ് ടു ദ മോസ്റ്റ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ് എൻജോയ് ടു ദ മോസ്റ്റ്. ശരി.